ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ യു എ ലോട്ടറിയുടെ റിസൾട്ട്, അതായത് രണ്ടാമത്തെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ റിസൾട്ടിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടേപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും ശരിക്കും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. എനിക്കടക്കം എല്ലാവർക്കും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ഡ്രോയുടെ പകുതിയോളം പോലും നമുക്ക് ഈ വട്ടത്തേക്ക് നമുക്ക് ടോട്ടൽ വിന്നേഴ്സ് ഇല്ല. അപ്പോൾ ആദ്യത്തെ വട്ടം ഏകദേശം 29,000-ഓളം പേരായിരുന്നു നമുക്ക് വിന്നേഴ്സ് എങ്കിൽ അതിൻ്റെ പകുതി പോലും ഈ വട്ടത്തെ വിന്നേഴ്സ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വിന്നേഴ്സ് കുറയാൻ കാരണം? ഓക്കെ, ഇനി വരാൻ പോകുന്ന ജനുവരി 2025 ജനുവരി വരാൻ പോകുന്ന ടിക്കറ്റ് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡ്രോയ്ക്കകത്ത് നമുക്ക് വന്ന് 29,080 പേരാണ് ടോട്ടൽ നമുക്ക് വിന്നേഴ്സ് വന്നത്. അതിനകത്തിൽ 22,858 പേരാണ് ലക്കി ഡ്രോയ്ക്കകത്ത് വന്നത്. ലക്കി ചാൻസ് വഴി നമുക്ക് 7 പേരും. ഓക്കെ, പക്ഷേ ഈ ഒരു വെട്ടത്തോട്ട് പോവുകയാണെങ്കിൽ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ലക്കി ഡ്രോ വഴി നമുക്ക് മൊത്തത്തിൽ പ്രൈസ് കിട്ടിയേക്കുന്നത് 12,135 പേർക്ക് മാത്രമാണ്. ഓക്കെ, പിന്നെ 7 പേരുടെ നമ്മുടെ ലക്കി ചാൻസ് കൂട്ടുവാണെങ്കിൽ 12,329 പേര് മാത്രമാണ് വിജയിച്ചേക്കുന്നത്. അതായത് ഫസ്റ്റ് വെട്ടത്ത് 29,080 മൈനസ് 12,329 നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് 16,751. അതായത് ആ വിന്നേഴ്സ് നമ്മൾ ഈ ടോട്ടൽ വിന്നേഴ്സ് ഉണ്ട് രണ്ടാമത്തെ, അതിൻ്റെ അത്രയും പോലും വരുന്നില്ല. അതിൽ കൂടുതലാണ് നമ്മൾ ഈ ടിക്കറ്റ് വിന്നേഴ്സ് അല്ലാത്തവർ വരുന്നത്. 16,751 പേരാണ് മൈനസ് വരുന്നത് ഇതിനകത്തിൽ. അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ അടുത്തൊരു വട്ടത്തേക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് തന്നെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പം എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, നമുക്ക് മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് ജാക്ക്പോട്ടാണ്. ഏകദേശം 230 കോടിയാണ് നമുക്ക് ജാക്ക്പോട്ട് കിട്ടുന്നത്. ഫസ്റ്റ് വട്ടം നമുക്ക് ആർക്കും ജാക്ക്പോട്ട് കിട്ടിയിട്ടില്ല, സെക്കൻഡ് വട്ടവും ആർക്കും ജാക്ക്പോട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ സെക്കൻഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ 10 lakh AED, അതും ഫസ്റ്റ് വട്ടം ആർക്കും കിട്ടിയിട്ടില്ല, സെക്കൻഡ് വട്ടവും ആർക്കും കിട്ടിയിട്ടില്ല. തേർഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് തേർഡ് പ്രൈസ് നമുക്ക് 1 lakh AED വരുന്നത്, അത് 4 പേർക്കുണ്ട്. നമുക്ക് രണ്ടാമത്തെ വട്ടം 4 പേർക്ക് തന്നെയാണ് പ്രൈസ് അടിച്ചേക്കുന്നത്. നമുക്ക് ഫോർത്ത് പ്രൈസ് 1000 AED പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വട്ടം അടിച്ചേക്കുന്നത് 211 പേർക്കാണ്. ഓക്കെ, സെക്കൻഡ് വട്ടത്തിൽ നോക്കുവാണെങ്കിൽ 183 പേർക്ക്. അതിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, ഫോർത്ത് പ്രൈസ് നമുക്ക് കിട്ടണമെങ്കിൽ 5 നമ്പർ നമുക്ക് മാസത്തിലെ ഉള്ള 5 നമ്പർ നമുക്ക് ശരിയാവണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 4+1 നമ്മൾ മാസത്തിൽ 31 നമ്പർ ഉണ്ടല്ലോ, ആ 31 നമ്പറിലെ ഒരു നമ്പരും നമ്മുടെ മാസത്തിലെ ഒരു നമ്പരും നമുക്ക് കറക്റ്റ് ആവണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പ്രൈസ് കിട്ടുന്നത്. അത് 183 പേർക്കേ ഉള്ളൂ. ഇതിൽ നല്ല വ്യത്യാസം വന്നേക്കുന്നത് ഫിഫ്ത്ത് പ്രൈസിനാണ്. അതായത് നമുക്ക് ഫിഫ്ത്ത് പ്രൈസ് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്നത് 28,858 പേർക്കാണ്. രണ്ടാമത്തെ വട്ടത്തെ പ്രൈസിൽ വന്നേക്കുന്നത് വെറും 12,135 പേർക്കാണ്. അപ്പം ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ വട്ടം ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നമുക്കൊരു കാര്യം നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജാക്ക്പോട്ട് ഉണ്ട്, ഇത്രയും വലിയൊരു എമൗണ്ടാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് എല്ലാവരും ടിക്കറ്റ് എടുത്തത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ദുബായ് അല്ലെങ്കിൽ UAE-ക്കുള്ളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്. UAE-ക്ക് വെളിയിൽ പോയാലോ, ഇപ്പം ഞാൻ നാട്ടിൽ വന്നെങ്കിൽ നാട്ടിൽ നിന്നും എനിക്ക് ടിക്കറ്റ് ബൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ UAE-യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ടിക്കറ്റ് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഖത്തറിൽ നിന്നും ഒമാനിൽ നിന്നും ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് ഫസ്റ്റ് വട്ടം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നും എനിക്ക് നാളോട്ട് പൈസ അയച്ചു തന്നിട്ട് അവരുടെ പേരിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ടിക്കറ്റ് ബൈ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് ഇട്ട് കൊടുത്ത് പ്രൈസ് അടിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിൽ. പക്ഷേ അങ്ങനെയൊക്കെ ആൾക്കാർ ബൈ ചെയ്തിട്ട് പിന്നീട് അവർക്ക് ഒരു ജാക്ക്പോട്ടോ സെക്കൻഡ് പ്രൈസോ ഒന്നും ആർക്കും കിട്ടുന്നില്ല എന്നൊരിത് വന്നപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ടിക്കറ്റ് എടുക്കാതായി. അതായിരിക്കും ഇത്രയും ഗണ്യമായിട്ടുള്ള കുറവ് വരാൻ കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം അടുത്തൊരു ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരോട് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ടിക്കറ്റിലകത്ത് വരുന്ന ഈ വിന്നേഴ്സിൽ വന്ന വ്യത്യാസം നിങ്ങൾ ഒരിക്കലും കണക്കൂട്ടേണ്ട കാര്യമില്ല. കാരണം അത് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ്. നമ്മൾ കൃത്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ അടുത്ത വട്ടം നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 12 മാസത്തെ ടിക്കറ്റ് നമ്മൾ എടുക്കണം. അതായത് 600 രൂപ കൊടുത്ത് 600 AED കൊടുത്തിട്ട് ഒരു ടിക്കറ്റിന് 50 വെച്ചിട്ട് 600 AED 12 ടിക്കറ്റ് നമ്മൾ ബൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ജാക്ക്പോട്ട് അടിക്കണമെങ്കിൽ അതിന് ഒരു 99% നിങ്ങൾക്ക് ചാൻസ് വരുന്നത് നിങ്ങൾ 12 ടിക്കറ്റും ബൈ ചെയ്യുമ്പോഴാണ്. നമ്മൾ ബിഗ് ടിക്കറ്റൊക്കെ നമ്മൾ 500, 1000 ഒക്കെ കൊടുത്ത് നമ്മൾ എടുക്കുന്നവരാണ്. സോ 500 എന്ന് പറയുമ്പോൾ നമ്മൾ
ഒന്നുകിൽ നിങ്ങൾ സിംഗിളായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം അങ്ങനെ ഒരു നല്ല എമൗണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്യാം, പിന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരത്തില്ല. സോ നിങ്ങൾ ഇത് ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ കഴിവതും നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ 12 ടിക്കറ്റും ബൈ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടേ പോകുന്നുണ്ട്. 12 ടിക്കറ്റും ബൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജാക്ക്പോട്ട് അടിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ടിക്കറ്റ് ബൈ ചെയ്യുക. അടുത്തൊരു വർഷം ചിലപ്പോൾ നമുക്ക് വേണ്ടി ഉള്ളതായിരിക്കും. ഈ വന്ന ഡിഫറൻസ് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം വെളിയിൽ നിന്നൊക്കെ ഉള്ളവരും ഗ്രൂപ്പായിട്ട് എടുക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഈ ജാക്ക്പോട്ട് അടിക്കാത്തല്ല, സെക്കൻഡ് പ്രൈസ് അടിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ആൾക്കാർ ടിക്കറ്റ് എടുക്കൽ കുറഞ്ഞത്. ആ ഒരു ജാക്ക്പോട്ടൊക്കെ അടിച്ച് ഇനി ഒരു ജാക്ക്പോട്ടൊക്കെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി എല്ലാ ആൾക്കാരിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ടിക്കറ്റ് നിങ്ങൾ ആരും ബൈ ചെയ്യാതിരിക്കേണ്ട, എല്ലാവരും ബൈ ചെയ്യുക. ഞാനും ബൈ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അതൊരു കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പം അതും ശരിക്കും തെറ്റായിട്ടുള്ള ധാരണയാണ്. ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒത്തിരി ആൾക്കാർക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോ നിങ്ങൾ കയറി നോക്കിയാൽ മതി. അതിനകത്തിലാണെങ്കിൽ നമുക്ക് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്, എനിക്ക് പ്രൈസ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതും കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനും കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കിട്ടിയില്ല, 2 വട്ടം എടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അടുത്ത വട്ടവും ട്രൈ ചെയ്യും ഉറപ്പായിട്ട്. കാരണം നമുക്ക് എപ്പോഴാണ് നമുക്ക് ഭാഗ്യം അടിക്കുന്നത് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങളെല്ലാവരും അടുത്തൊരു ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു ട്രോയുടെ റിസൾട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ.